പുറപ്പാട് പുസ്തകം 16 അധ്യായം. അവർ ഏലീമിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശം നിന്നും പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെ ഏലീമിനും സീനായ്ക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ മോശയും അഹ്റോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകുമെണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത് മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരിക്കുന്നു. എങ്കിൽ കൊള്ളായിരുന്നു, നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് അപ്പം വർഷിക്കും, ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു പിറക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പിറക്കുന്നതിന് ഇരട്ടി കാണുമെന്ന് മറുപടി ചെയ്തു. മോശയും അഹ്റോനും ഇസ്രായേൽ മക്കളോടൊക്കെയും, നിങ്ങളെ മിസ്രൈം ദേശത്തു നിന്നും കൊണ്ടുപോകുന്നത് യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. മോശെ പിന്നെയും, യഹോവ നിങ്ങൾക്ക് തിന്നുവാനും വൈകുന്നേരത്തെ മാംസം പ്രഭാതകാലത്ത് തൃപ്തിയാകുവണ്ണം അപ്പം തരുമ്പോൾ നിങ്ങൾ അറിയും. യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു. ഞങ്ങൾ എന്തുള്ളൂ, നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെ അത്രയെന്ന് പറഞ്ഞു. അഹ്റോനോട് മോശെ, യഹോവയുടെ മുമ്പാകെ അടുത്ത് വരുവിൻ, അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറയുക എന്ന് പറഞ്ഞു. അഹ്റോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി. യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു കണ്ടു. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്തെ മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നെന്ന് നിങ്ങൾ അറിയും എന്ന് പറയുക എന്ന് കൽപ്പിച്ചു. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിലെല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞ് പോലെ നിലത്ത് കിടന്ന കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഓരോരുത്തരും ഭക്ഷിക്കുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ. താന്റെ കൂടാരമായി തിന്നുള്ളവരുടെ എണ്ണത്തിനൊത്ത വണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറയും പെറുക്കിയും. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തരും താനും ഭക്ഷിക്കാന്നിടത്തോളം പെറുക്കിയിരിക്കുന്നു. പിറ്റേന്നാളേക്ക് ആരും മറ്റും ശേഷിപ്പിക്കുന്നെന്ന് മോശെ പറഞ്ഞു. എങ്കിലും ചിലർ മോശെ അനുസരിക്കാതെ പിറ്റേന്നാളേക്ക് കുറെ ശേഷിപ്പിച്ചു. അത് ക്രമിച്ചു നാറി. മോശെ അവരോട് കോപിച്ചു. അവരെ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാന്നിടത്തോളം പെറുക്കും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. എന്നാൽ 6-ാം ദിവസം അവൻ ആളൊന്നിന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു. അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ. നാളെ സ്വസ്ഥത ആകുന്നു. യഹോവയ്ക്ക് വിശുദ്ധിയുള്ള ശബ്ബത്ത്. ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ള പാകം ചെയ്യുവിൻ. ശേഖരിക്കുന്നതൊക്കെ നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പിൻ. മോശെ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേന്നാളേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് നാറിപ്പോയില്ല, ക്രമിച്ചതുമില്ല. അപ്പോൾ മോശെ പറഞ്ഞത്, ഇത് ഇന്ന് ഭക്ഷിപ്പിൻ, ഇന്ന് യഹോവയുടെ ശബ്ബത്ത് ആകുന്നു. ഇന്ന് അത് വെളിയിൽ കാണുകയില്ല. 6 ദിവസം നിങ്ങൾ അത് പുറക്കണം. ശബ്ബത്തായ 7-ാം ദിവസത്തിലോ അത് ഉണ്ടാകുകയില്ല. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പുറക്കുവാൻ പോയാറെ കണ്ടില്ല. അപ്പോൾ യഹോവ മോശയോട്, എന്റെ കൽപ്പനകളെയും
ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾ എത്രത്തോളം മനസ്സിലായിരിക്കും. നോക്കുവിൻ, നിങ്ങൾക്ക് ശബ്ബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ തങ്ങളുടെ സ്ഥലത്തിരിപ്പിൻ. 7-ാം ദിവസം ആരും തന്റെ സ്ഥലത്ത് നിന്നും പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. മിസ്രയിലേറെ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പലാരി പോലും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദേശത്തോട് രുചിയുള്ളതുമായിരുന്നു. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്നത് കാര്യമാവിത്: ഞാൻ നിങ്ങളെ മിസ്ര ദേശത്തു നിന്നും കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്നും ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അഹരോനോട് മോശെ ഒരു പാത്രം എടുത്ത് അതിലൊരു ഇടങ്ങഴി മന്ന ഇട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊടുക എന്ന് പറഞ്ഞു. യഹോവയുടെ മുമ്പാകെ കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. കൂടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിന്റെ അതിരിയിൽ എത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു. ഒരിടങ്ങഴി പറയുടെ 10-ൽ 1 ആകുന്നു. ബാറയ്ക്കുമോർ.